ഹലോ, ഞങ്ങളിന്നൊരു ഗെയിം കളിക്കാൻ പോവാണ് കേട്ടോ. ഈ ബോൾസൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടോ ഇത്. എന്നാൽ പിന്നെ നമ്മൾ ഒട്ടും മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു കൈ നോക്കിയേക്കാം അല്ലേ? ഇത് കൊച്ചിന്റെ ഇത് മാനുട്ടിയുടെ ലൈനാണ്. ഇതിനകത്തുനിന്ന് എടുക്കാവുള്ളൂ. ഓടി അവളുടെ ലൈനിൽ നിന്ന് പോയി എടുക്കരുത് ബോള്, കേട്ടല്ല? ഞാൻ സ്റ്റാർട്ട് പറയുമ്പോഴേക്കും ഓരോ ബോളായിട്ട് എടുത്തിട്ട് വന്ന് പാത്രത്തിൽ ഇടണം, കേട്ടല്ല? അതാണ് ഗെയിം. അതിനകത്ത് ഒരെണ്ണം മാത്രം ഒരു സമയത്ത് എടുക്കാവുള്ളൂ, രണ്ടെണ്ണം പെറുക്കിക്കൊണ്ട് വരരുത്, കേട്ടാ? ഒരു ബോൾ എടുക്കുക, ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടുക, വീണ്ടും അടുത്തെടുക്കുക, അടുത്തത് ഇടുക. അങ്ങനെയാണ് ഗെയിം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? പിന്നെ പാനുട്ടിക്ക് മനസ്സിലായല്ല? അത് ഇവിടെ നിന്ന് തന്നെ എടുക്കണം എന്നില്ല, അവിടെ നിന്ന് എടുക്കാം, സെന്ററിൽ നിന്ന് എടുക്കാം, ഫസ്റ്റ് അവിടെ നിന്ന് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ചെടി നിൽക്കുന്നിടത്ത് ബോളുണ്ടാ, ആ ഫസ്റ്റ് ബോൾ എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം. ബുദ്ധിക്ക് അനുസരിച്ച് വേണം. എങ്ങനെ കളിച്ചാൽ ജയിക്കും എന്നതാണ് നോക്കേണ്ടത്, മനസ്സിലായല്ല? കൊച്ച് ബാനുട്ടി കളിക്കണം നോക്കി കളിക്കണ്ട, കൊച്ചിന്റെ രീതിക്ക് കളിക്കുക. അവൾ എങ്ങനെയെങ്കിലും കളിച്ചോട്ടെ, കൊച്ചിന്റെ രീതിക്ക്. ചില പറഞ്ഞത് മനസ്സിലായ എങ്ങനെയാ കളിക്കണ്ടേന്ന്? അപ്പൊ അതുപോലെ കളിക്കണം. ഗെയിം റൂളൊക്കെ കാര്യമായിട്ട് തന്നെ ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐവിൻകുട്ടൻ ഇതെന്ത് പരിവാക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ലേ. എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. രണ്ടുപേരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ബാനുട്ടിയുടെ അത്ര സ്പീഡ് കിട്ടുന്നില്ലെങ്കിലും ഐവിൻകുട്ടൻ അവനെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നന്നായിട്ട് തന്നെ കളിച്ചു. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങി വെച്ചതാണ് കേട്ടോ ഈ കുഞ്ഞു ബോള്. ഇന്ന് ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ രണ്ടുപേരോടും കളിക്കാമെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ്. മൊബൈൽ കൊടുക്കാറില്ലാത്തതുകൊണ്ട് രണ്ടുപേരും ഇച്ചിരി TV കാഴ്ച കൂടുതലാണ് കേട്ടോ. അതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഗെയിമുമായിട്ടൊക്കെ പുറത്തിറങ്ങിയത്. അതാകുമ്പോൾ അവർക്കൊരു എന്റർടൈൻമെന്റും ആകും, ബോറടിക്കത്തും ഇല്ല അല്ലേ? അങ്ങനെ കളിച്ച് ആദ്യ റൗണ്ട് ഇവിടെ പൂർത്തിയാകാറായിട്ടുണ്ട് കേട്ടോ. ഐവിൻകുട്ടൻ ഒത്തിരി ശ്രമിച്ചെങ്കിലും വിന്നറായത് ബാനുട്ടിയാണ്. ഗെയിം തോറ്റതുകൊണ്ട് തന്നെ ഐവിൻകുട്ടൻ ഇച്ചിരി സങ്കടം വന്നു കേട്ടോ. അതുകൊണ്ട് അതേ തലയൊക്കെ ചെറിഞ്ഞങ്ങനെ നിൽക്കുവാണ്. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്ക് റിയാക്ട് ചെയ്യാനും പറ്റുന്നില്ല. തോറ്റെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നതും കരയുന്നതും ഇച്ചിരി നാണക്കേടാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഒരു റൗണ്ട് കൂടി കളിക്കാം, അതിൽ വിൻ ചെയ്യണം കിട്ടുമെന്ന്. അപ്പോൾ ഐവിൻകുട്ടൻ ഓക്കെ ഞാൻ ഇതിൽ വിൻ ആകും എന്നൊക്കെ പറഞ്ഞ് ആവേശത്തോടെ കളിക്കാൻ നിന്നേ. ഐവിൻകുട്ടന് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ? ബോൾ എടുത്ത് പാത്രത്തിൽ ഇടുമ്പോണ്ടല്ലോ ആ ബോൾ താഴ്ത്തു പോകുമ്പോൾ പുള്ളി എന്ത് ചെയ്യും, അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കില്ല. ആ താഴ്ത്തു പോയത് പിറക്കി വീണ്ടും പാത്രത്തിനകത്ത് ഇടാൻ നോക്കും. അങ്ങനെ 1-2 തവണ അവിടെ ലേറ്റ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ കളിയിലും അങ്ങനെയാണ് സംഭവിച്ചത്. പാത്രത്തിൽ നിന്ന് പോയ ബോൾ പിറക്കി പാത്രത്തിൽ ഇടാൻ വേണ്ടി അവിടെ തന്നെ നിന്നു. ആ നേരത്ത് ബാനുട്ടി ഓടി ബാക്കി ബോൾസൊക്കെ പാത്രത്തിലാക്കി കേട്ടോ. പുള്ളിയുടെ ആ ലേറ്റാണ് കേട്ടോ ഇത്തവണയും പുള്ളിനെ തോൽപ്പിച്ചത്. ഇത്തവണയും ബാനുട്ടി തന്നെയാണ് ജയിച്ചത്. ഐവിൻകുട്ടൻ വീണ്ടും തലയും ചെറിഞ്ഞങ്ങനെ വിഷമിച്ച് നിന്ന് കേട്ടോ. സങ്കടപ്പെടുന്നുണ്ട്, എന്നാൽ അതിട്ടാരോടും പറയാനും പറ്റുന്നില്ല എന്ന അവസ്ഥയായി പോയിട്ടാ പുള്ളി. അവൻ്റെ ആ സങ്കടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, അടുത്ത കളി ഞാനും ഐവിൻകുട്ടനും കൂടി കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഐവിൻകുട്ടന് പിന്നെയും സന്തോഷമായി. അങ്ങനെ കളിച്ച് അവൻ ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. എന്നെ നോക്കണ്ട, കൊച്ചു സ്പീഡിൽ പോയി കൊച്ചിന്റെ കളി കളിച്ചോണം കേട്ടാ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ വീണ്ടും അടുത്ത ഗെയിം തുടങ്ങിയിട്ടോ. ഐവിൻകുട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എൻ്റെ കൂടെയാണല്ലോ കളിക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടി സന്തോഷമുണ്ട് കേട്ടോ പുള്ളിക്ക്. അങ്ങനെ ഓടിപ്പോയി ബോൾസൊക്കെ പിറക്കി കൊണ്ടുവന്നിടുവാണ്. ഇത്തവണ പിന്നെ താഴത്ത് പോയ ബോൾസ് ഒന്നും എടുക്കാൻ നിന്നില്ല. ആദ്യത്തെ 2 അനുഭവം ഉണ്ടല്ലോ, അതിനിടക്ക് ഉരുണ്ട് വീഴുന്നുണ്ട് കേട്ടോ. ഈ ഗെയിം ഇവരെ കൊണ്ട് കളിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർക്കിത് ഇത്രയും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. രണ്ടുപേർക്കും ശരിക്കും ഇഷ്ടമായേ. കുട്ടികളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അവരുടെ മുഖത്തറിയാമെന്നല്ലേ പറയണേ. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു ആ സന്തോഷം. അങ്ങനെ ദേ ഈ റൗണ്ടും തീരാൻ പോവാണ് കേട്ടോ. ഐവിൻകുട്ടൻ ജയിക്കാൻ പോവാണ്. ഇനി 2-3 ബോൾ കൂടിയേ പുള്ളിക്കുള്ളൂ. എനിക്ക് 1-2 ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊന്ന് സ്ലോ ആയി കേട്ടോ. പുള്ളി അങ്ങനെ ജയിക്കട്ടെ എന്ന് വിചാരിച്ചു. അതല്ലേ നമ്മുടെ സന്തോഷം. അങ്ങനെ ദേ ലാസ്റ്റ് മൊമെന്റ് ഐവിൻകുട്ടൻ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവൻ്റെ മുഖം ഒന്ന് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. ഞാനും ഐവിൻകുട്ടനും കൂടി കളിക്കുന്ന കണ്ടപ്പോൾ പിന്നെ ബാനുട്ടിക്കും ബഹളായി. ഇനി ഞാനുമായിട്ട് കൂടി കളിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ബാനുട്ടിയുടെ കൂടെയും കൂടി ഒരു റൗണ്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പം തന്നെ ഞാൻ അണച്ചു. ഒരു റൗണ്ട് കഴിഞ്ഞതേളെ അപ്പോഴേക്കും ഞാൻ ഒരു പരുവായി. എന്തായാലും ഗെയിം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐവിൻകുട്ടൻ അവിടെ ശക്തമായ രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. ബാനുട്ടി ജയിക്കരുത്, എങ്ങനെയെങ്കിലും ഞാൻ ജയിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് കൈകൊട്ടി കൂടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ 2 തവണ ഞാൻ ജയിച്ചു. അപ്പൊ നമ്മൾ 2 ഒരു തവണ കൂടി മത്സരിക്കും.
മത്സരിക്കുക. അതിൽ ജയിക്കണം, അത് വിന്നർ. ഓക്കെ, ഗെയിമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിള്ളേർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് സന്തോഷമായേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ലൈക്കും ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.